വർക്ക് വെയർ ലുക്ക്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആൻഡ് ബനാറസി പാറ്റേണും ചന്തേരിയുടെ ഒരു വീവിങ് സ്റ്റൈൽ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഫീലിൽ വന്നിരിക്കുന്ന നല്ല രസമുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ആ ഒരു കളർ പാലറ്റ് വെച്ചിട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ഒരു ലൈറ്റ് ഭയങ്കര ഒരു സോബർ ഫീലിൽ വന്നിരിക്കുന്ന സാരിയാണ്. 3499 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ആണ് കേട്ടോ. വെയിറ്റ് ഒന്നും അധികമായിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ പോലത്തെ ഉള്ള ഒരു വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് വീവിങ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറവാണ്. ബനാറസിയുടെ വീവിങ് സ്റ്റൈലിലാണ് ബോഡി ഫുള്ളായിട്ട് ബ്രൊക്കേഡ് ലുക്കിൽ വന്നിട്ടുള്ള സ്റ്റൈൽ. സോ ഇറ്റ്സ് ഗോട്ട് എ ത്രെഡ് വീവിങ് സ്റ്റൈൽ. അതിനകത്തൊരു ലൈറ്റ് പേസ്റ്റൽ ഒലിവ് ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി പല്ലു. ആ ഒരു ബോർഡർ പാറ്റേണിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ലുക്കിൽ കൊടുത്തേക്കുന്നത്. ബ്ലൗസ് ഈ ഒരു ലുക്കിൽ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു ബോർഡർ ഡീറ്റെയിലും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. JDS 103 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 2 more shades in this. So this has got a pink tint and a grey one. Base color off white, creamy off white ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണാം. അതിൻ്റെ പിങ്ക് ഷെയ്ഡ് കുറച്ചൊരു മോഫ് പിങ്ക് ടോണാണ്. പവലും സാരിയാണ്. ആൻഡ് നമുക്കത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഒരു ലുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇൻസൈഡ് പോർഷനിൽ ലൂപ്പ് യാൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് അതിനകത്ത് കട്ട് യാൻസ് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു പോർഷനിൽ ചെറുതായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ത്രെഡ് ആയതുകൊണ്ട് സ്റ്റോൺ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വലിയാനുള്ള ചാൻസസ്, അല്ലാണ്ട് വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നല്ല, നമുക്കൊരു ഇൻ ബിറ്റ്വീൻ മീഡിയം വെയിറ്റിൽ വന്നിരിക്കുന്ന സാരീസാണ്. അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് അതാണ് വിത്ത് സിമ്പിൾ ബോർഡർ. അപ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡിയിലാണ് ഹെവി ആയിട്ടുള്ളൊരു വീവിങ് സ്റ്റൈല് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. എനിക്കൊന്ന് ഈ കളർ എനിക്കിതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, ആ ഒരു ഷെയ്ഡ്. ഗ്രീനും വൈറ്റും, ഗ്രീനും പിന്നെ ഒരു ബ്ലൂവും വൈറ്റ് കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് ഒരു ചായ്വ് വരുന്ന കളർ കോമ്പിനേഷൻസാണ്. സോ ദിസ് ഇസ് ഗ്രേ. പ്ലീറ്റ് എടുത്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റിഫർ ഫീൽഡ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഇപ്പോൾ 9 to 5 സർവീസ് ഇൻഡസ്ട്രി, യു ഹാവ് ടു ലുക്ക് ക്രിസ്പ് ആൻഡ് ആ ഒരു ഷീക്ക് ലുക്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ കുഴഞ്ഞ് അങ്ങനെ മടങ്ങി അങ്ങനെ പോകത്തില്ല, അങ്ങ് ചുളിഞ്ഞു പോകുന്ന ടൈപ്പ് വന്നതല്ല. നമുക്ക് റിങ്കിൾസ് ഒക്കെ വളരെ മിനിമമായിട്ട് ഈ സാരീസിൻ്റെ അകത്ത് വരത്തുള്ളൂ. സോ ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. JDS 103 3499 റേഞ്ചിൽ വന്നേക്കുന്നത് നല്ലൊരു ക്ലാസി എലഗൻറ്റ് സാരിയാണ്. സോ ദിസ് ഇസ് സംതിങ് ദറ്റ് യു ക്യാൻ വെയർ ഫോർ യുവർ വർക്ക് ബിക്കോസ് ഓഫ് ദ കളേഴ്സ് ആസ് വെൽ. ദ ഹോൾ ലുക്ക് ഗിവ്സ് യു എ വെരി എലഗൻറ്റ് ആൻഡ് എസ്തെറ്റിക് ലുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട്, അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേൺസിൽ നമുക്ക് ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ആ കളേഴ്സും വളരെ പ്രിട്ടി ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ഷെയ്ഡാണ് ആക്ച്വലി നല്ല ഭംഗിയത്. അപ്പോൾ ആ ഒരു സമ്മറിൻ്റെ ക്വാളിറ്റീസ്, ആ ഒരു ബ്രൈറ്റ് ആൻഡ് ആ ഒരു ലൈറ്റ് ഫീലിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ആൻഡ് വെരി ലൈറ്റ് വെയ്റ്റ്. ദിസ് ഇസ് ലിറ്ററലി വെയ്റ്റ്ലെസ് സാരീസ്, എംബ്രോയിഡഡ് ആയിട്ട് നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എം വെയറിങ് എ പെയിൽ യെല്ലോ ആൻഡ് ദെൻ വി ഹാവ് എ പിസ്ത ഗ്രീൻ ആൻഡ് ഒരു ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഒരു ക്രീമി ഷെയ്ഡിൻ്റെ അകത്ത് പിങ്കിൻ്റെ കോമ്പിനേഷനും വൈറ്റിൻ്റെ കോമ്പിനേഷനും, ദെൻ വി ഹാവ് എ ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആസ് വെൽ. സിൽവർ സെറി ബോർഡറിൽ വന്നിരിക്കുന്ന കോട്ട സാരീസ് ആണ് കേട്ടോ. അപ്പോൾ ചെക്കോട്ടയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ബ്ലെൻഡഡ് കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് എംബ്രോയിഡറി, കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട്. വിതൗട്ട് ബ്ലൗസ് വന്നിരിക്കുന്ന കളക്ഷനാണ്. അതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇറ്റ്സ് വെരി പ്ലസൻറ്റ് ആൻഡ് പ്രിട്ടി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനുമാണ്. എനിക്ക് ആ ഒരു മൊത്തം ആ സാരിയുടെ ആ ഒരു ലുക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞ് എംബ്രോയിഡറി, ഫ്ലോറൽ പോയിൻ്റ് എംബ്രോയിഡറി ഡീറ്റെയിൽ വെച്ചിട്ട് ഫസ്റ്റ് ഈ യെല്ലോയുടെ കൂടെ ആ ഒരു വൈറ്റും ആ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൻ്റെയും കോമ്പിനേഷൻ ഇസ് ഓൾസോ വെരി പ്രിട്ടി. അപ്പോൾ നമുക്കത് ട്രാൻസ്പെറൻസി വരും കാരണം കോട്ട ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനൊരു കാഷ്വൽ പ്ലീറ്റിൻ്റെ ലുക്കാണ് ഇതിനകത്ത് ട്രൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്തൊരു ലുക്കിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇപ്പോൾ ഡാർക്ക് കോമ്പിനേഷൻസിൻ്റെ കൂടെ ബ്ലൗസ് ഇതേപോലെ വേണമെങ്കിലും പെയർ ചെയ്യാം.
പ്രിൻറ്റഡ് ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബഹളം ഇല്ലാത്ത ഒരു പ്രിൻറ്റഡ് ബ്ലൗസ്, സ്ട്രൈപ്സ് പോലത്തെ പ്രിൻറ്റഡ് ബ്ലൗസ് ആണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോമെട്രിക് പ്രിൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഡിസൈൻ വരുന്ന ബ്ലൗസസൊക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. So this is the first look and then we saw the pista green shade. അപ്പോൾ ഇതിനകത്ത് ടാസൽസ് ഒക്കെ ടൈഡായിട്ടാണ്, സെൽഫ് ത്രെഡ് തന്നെ വെച്ചിട്ട് ടൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. I can't wait to try this on. ഇതിൻ്റെ പിക്ചേഴ്സിനകത്ത് നമുക്കപ്പം we can see how this is going to work out. ക്രീമി ഷെയ്ഡിനകത്ത് പിങ്കും വൈറ്റിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ വെരി പ്രിറ്റി. നല്ല രസമായിട്ടാണ് ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ പിങ്ക് ബ്ലൗസ് തന്നെ വേറെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടുക. സോ ദിസ് ഇസ് ദി തേർഡ് കളർ. 1399 വരുന്നുള്ളൂ. ബഡ്ജറ്റ് റേഞ്ച് ആണ് കേട്ടോ. നമുക്ക് നല്ലൊരു ബൈ ആണ്. നമുക്ക് ഈ 11 to 9 to 10 5 നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ പോലും നമുക്കത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങനെ ഉടഞ്ഞു പോയി എന്ന് തോന്നുന്നു. കോട്ടയല്ലേ, നമുക്ക് അങ്ങനെ കാഷ്വലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ലൈറ്റ് ഗ്രീൻ, പീച്ച് ആൻഡ് വൈറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കോമ്പിനേഷൻ വിത്ത് ഗ്രീൻ ഷെയ്ഡ്. അപ്പം മുന്നേ കണ്ട ഗ്രീൻ്റെ അകത്ത് കുറച്ചുകൂടെ ബ്രൈറ്റ് ഗ്രീൻ ആണ്, ഇത് ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോ ഓൾ ദി ഷെയ്ഡ്സ് ആർ ആക്ച്വലി വെരി പ്രിറ്റി. തിരിഞ്ഞു പോയിട്ടോ ഞാൻ പിടിച്ചത്. നോക്കിയാൽ ഫ്ലവേഴ്സിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ആക്ച്വൽ ലുക്ക്. അപ്പോൾ കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലും ഫ്ലോറൽ ലുക്കിലും ഫുള്ളി സ്കാറ്റേഡ് ആയിട്ട്, ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ട് വന്നിരിക്കുന്നത് 6 മീറ്റർ സാരിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമുക്കിതിനകത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. RK287 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബനാറസി സാരി ആൻഡ് അത് സിൽക്ക് ലിനനകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ അതിനകത്ത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. ആൻഡ് അതിനകത്ത് പോപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അത് വളരെ സട്ടിലായിട്ടാണ് ആ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ എംബ്രോയിഡറി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സിഗ്സാക്ട് പാറ്റേണിൽ വന്നിട്ടുള്ള സിൽവർ സെറിയിൽ വരുന്ന ഔട്ടർ കോർണർ ആൻഡ് ദെൻ ഇൻസൈഡ് പോർഷനിൽ ഈ ഒരു സ്കാലപ്പിംഗ് ലുക്കിലാണ്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ബേസിൽ സിൽവർ സെറി വെച്ചിട്ട് കളേർഡ് യാൺസ് യൂസ് ചെയ്തിട്ടുള്ള ബനാറസി പാറ്റേൺ വീവിങ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലോ ബോർഡറിലാണ് ഇത്രയും ഇൻട്രിക്കേറ്റ് ആയിട്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത്. ഡെഫിനറ്റായിട്ട് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിൽ ഈ ഒരു ട്രഡീഷണൽ അറ്റയർ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഫുള്ളി ബ്രൊക്കേഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്, അതും സിൽവറിലാണ്. ഇത് മൊത്തത്തിൽ നമ്മൾ ആ ഒരു ബ്ലൗസ് പിൻ്റെ കൂടെ ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഔട്ട് ഓഫ് ദ വേൾഡ്. ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. കാരണം അതിൻ്റെ കളറും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഒരു പൗഡർ പിങ്കിൻ്റെ അകത്ത് കുറച്ചൊരു മോവിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്, അണ്ണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര പേസ്റ്റൽ ടോണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ടിൽ ഈ സെയിം സിഗ്സാക്ട് ഡീറ്റെയിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സിംഗിൾ ലെയറിൽ തന്നെ കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫുള്ള് ഭംഗി അറിയാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇപ്പം നമ്മളിപ്പോൾ ഈവൻ ഇഫ് നമ്മളൊന്ന് ചുറ്റി പിടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ പല്ലുവിനകത്തൊക്കെ ഈ ഒരു സെയിം ഭംഗിയുള്ള ഡീറ്റെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസും ഇതേപോലെ തന്നെ ഫുൾ ബ്രൊക്കേഡിലാണ് വരിക. അതിനകത്ത് നമുക്ക് ഈ ഒരു സിൽവർ സെറിയാണ് കൂടുതലായിട്ട്. അപ്പോൾ ബ്ലൗസ് വിൽ ലുക്ക് സിൽവർ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അതിൻ്റെ കൂടെ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എംബ്രോയിഡറി വീവിങ് പാറ്റേണിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ ടോൺസ് ഓഫ് റെഡ്, ദെൻ റെഡ് വിത്ത് ഗ്രീൻ, പിങ്കിൻ്റെ ഷെയ്ഡ്സും മജന്ത ആൻഡ് ഗ്രീൻ ടോണിലും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ്. ബ്ലൂസ് ഓൾസോ ഇറ്റ്സ് പോപ്പിംഗ് ഔട്ട്. ദ കളേഴ്സ് ആർ റിയലി പോപ്പിംഗ് ഔട്ട് വെൽ. പക്ഷേ ഇറ്റ്സ് ടു സട്ടിൽ. അപ്പോൾ ഭയങ്കര ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി. ബോഡിയിൽ ഫുള്ളായിട്ട് വീവ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ട്രഡീഷണൽ ബനാറസി മോട്ടീഫിൻ്റെ ലുക്ക് തന്നെയാണ്. അപ്പോൾ സിൽക്ക് ലിനനിലാണ് വന്നിരിക്കുന്നത്. 5799 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ക്യാച്ച്. വെഡ്ഡിങ് ലുക്സിൽ വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. സോ ദിസ് ഇസ് a beautiful saree that you do not want to miss out. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ലോവർ എഡ്ജിൽ ലോ ബോർഡറിൽ ഇതേപോലെ കുറച്ച് ഈ ഒരു ലൂസ് യാൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീവിങ് ടെക്നിക്ക് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ എഡ്ജ് ഫിനിഷിങ് ഇസ് ഓൾസോ മൈക്രോ ഫിനിഷിങ്. ഇറ്റ്സ് വെരി നൈസ്. YNG251 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 5799 റേഞ്ചിൽ. സോ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. അതിപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ഓർഡർ കാറ്റഗറിയിൽ കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ആ കളേഴ്സും വളരെ പ്രിട്ടി ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ഷെയ്ഡാണ് ആക്ച്വലി നല്ല ഭംഗിയത്. അപ്പോൾ ആ ഒരു സമ്മറിൻ്റെ ക്വാളിറ്റീസ്, ആ ഒരു ബ്രൈറ്റ് ആൻഡ് ആ ഒരു ലൈറ്റ് ഫീലിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വന്നിരിക്കുന്നൊരു
കളക്ഷനാണ്. ആൻഡ് വെരി ലൈറ്റ് വെയ്റ്റ്. ദിസ് ഇസ് ലിറ്ററലി വെയ്റ്റ്ലെസ് സാരീസ് എംബ്രോയിഡർഡ് ആയിട്ട് നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എം വെയറിങ് എ പെയിൽ യെല്ലോ ആൻഡ് ദെൻ വി ഹാവ് എ പിസ്ത ഗ്രീൻ ആൻഡ് ഒരു ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഒരു ക്രീമി ഷെയ്ഡിൻ്റെ അകത്ത് പിങ്കിൻ്റെ കോമ്പിനേഷനും വൈറ്റിൻ്റെ കോമ്പിനേഷനും ദെൻ വി ഹാവ് എ ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആസ് വെൽ സിൽവർ സെറി ബോർഡറിൽ വന്നിരിക്കുന്ന കോട്ട സാരീസ് ആണ് കേട്ടോ. അപ്പോൾ ചെക്കോട്ടയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ബ്ലെൻഡഡ് കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് എംബ്രോയിഡറി കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട്. വിതൗട്ട് ബ്ലൗസ് വന്നിരിക്കുന്ന കളക്ഷനാണ്. അതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇറ്റ്സ് വെരി പ്ലസൻറ്റ് ആൻഡ് പ്രിട്ടി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനുമാണ്. എനിക്ക് ആ ഒരു മൊത്തം ആ സാരിയുടെ ആ ഒരു ലുക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞ് എംബ്രോയിഡറി ഫ്ലോറൽ പോയിൻ്റ് എംബ്രോയിഡറി ഡീറ്റെയിൽ വെച്ചിട്ട് ഫസ്റ്റ് ഈ യെല്ലോയുടെ കൂടെ ആ ഒരു വൈറ്റും ആ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൻ്റെയും കോമ്പിനേഷൻ ഇസ് ഓൾസോ വെരി പ്രിട്ടി. അപ്പോൾ നമുക്കത് ട്രാൻസ്പെറൻസി വരും, കാരണം കോട്ട ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനൊരു കാഷ്വൽ പ്ലീറ്റിൻ്റെ ലുക്കാണ് ഇതിനകത്ത് ട്രൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്തൊരു ലുക്കിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഡാർക്ക് കോമ്പിനേഷൻസിൻ്റെ കൂടെ ബ്ലൗസ് ഇതേപോലെ വേണമെങ്കിലും പെയർ ചെയ്യാം. പ്രിൻറ്റഡ് ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബഹളം ഇല്ലാത്ത ഒരു പ്രിൻറ്റഡ് ബ്ലൗസ്, സ്ട്രൈപ്സ് പോലത്തെ ആ പ്രിൻറ്റഡ് ബ്ലൗസ് ആണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോമെട്രിക് പ്രിൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഡിസൈൻ വരുന്ന ബ്ലൗസസൊക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. So this is the first look, and then we saw the pista green shade. അപ്പോൾ ഇതിനകത്ത് ടാസൽസ് ഒക്കെ ടൈഡ് ആയിട്ടാണ്, സെൽഫ് ത്രെഡ് തന്നെ വെച്ചിട്ട് ടൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ കാൺട്ട് വെയിറ്റ് ടു ട്രൈ ദിസ് ഓൺ. ഇതിൻ്റെ പിക്ചേഴ്സിനകത്ത് നമുക്കപ്പം വി ക്യാൻ സീ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ക്രീമി ഷെയ്ഡിൻ്റെ അകത്ത് പിങ്കും വൈറ്റിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ വെരി പ്രിട്ടി. നല്ല രസമായിട്ടാണ് ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ പിങ്ക് ബ്ലൗസ് തന്നെ വേറെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടുക. സോ ദിസ് ഇസ് ദി തേർഡ് കളർ. 1399 വരുന്നുള്ളൂ. ബഡ്ജറ്റ് റേഞ്ച് ആണ് കേട്ടോ. നമുക്ക് നല്ലൊരു ബൈ ആണ്. നമുക്ക് ഈ 11 to 9 to 10 5 നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ പോലും നമുക്കത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങനെ ഉടഞ്ഞു പോയി എന്ന് തോന്നുന്നു. കോട്ടയല്ലേ, നമുക്ക് അങ്ങനെ കാഷ്വലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ലൈറ്റ് ഗ്രീൻ, പീച്ച് ആൻഡ് വൈറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കോമ്പിനേഷൻ വിത്ത് ഗ്രീൻ ഷെയ്ഡ്. അപ്പം മുന്നേ കണ്ട ഗ്രീൻ്റെ അകത്ത് കുറച്ചും കൂടെ ബ്രൈറ്റ് ഗ്രീനാണ്. ഇത് ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോ ഓൾ ദി ഷെയ്ഡ്സ് ആർ ആക്ച്വലി വെരി പ്രിട്ടി. തിരിഞ്ഞു പോയിട്ടോ ഞാൻ പിടിച്ചത്. നോക്കിയാൽ താഴെ ഫ്ലവേഴ്സിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ആക്ച്വൽ ലുക്ക്. അപ്പോൾ കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലും ഫ്ലോറൽ ലുക്കിലും ഫുള്ളി സ്കാറ്റേഡ് ആയിട്ട്, ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ട് വന്നിരിക്കുന്ന 6 മീറ്റർ സാരിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമുക്കിതിനകത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. RK 287 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.